അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ടേബിൾസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ്. ടേബിൾസ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടേബിൾസ് അത്യാവശ്യം ഡിഫിക്കൽട്ടി തോന്നിക്കാവുന്ന ഒരു ഏരിയയാണ് ഹയർ ലെവലിലേക്ക് വരുന്നതോറും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ബേസിക് ടേബിൾസ് മാത്രം പഠിച്ചാൽ മതി, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ടേബിൾസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാലറിയാം. ഞാനിവിടെ 3 ടേബിൾസ് വരച്ചിട്ടുണ്ട്. ടേബിൾസിൻ്റെ പ്രത്യേകത, ആദ്യത്തെ ടേബിളിൻ്റെ പ്രത്യേകത ഹെഡിങ് പ്ലാനറ്റ്, അടുത്ത കോളത്തിൽ ഡയമീറ്റർ, അങ്ങനെ 2 കോളമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകത, പ്ലാനറ്റിന് താഴെ വന്നിരിക്കുന്നതെല്ലാം തന്നെ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡയമീറ്റർ എന്നുള്ളതിന് താഴെ വന്നിരിക്കുന്ന കുറേ ഡയമീറ്റേഴ്സ് 4878, 12, 104 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം റൈറ്റ് അലൈൻമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് നമ്പേഴ്സ് പ്ലസ് ചെയ്യണമെങ്കിൽ അത് റൈറ്റ് അലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഡയമീറ്റർ റൈറ്റ് അലൈൻമെൻറ്റ്, പ്ലാനറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. ഇപ്പോൾ 2 കോളമുണ്ട്. കോളത്തിൻ്റെ ഹെഡിങ് പ്ലാനറ്റ് എന്നും ഡയമീറ്റർ എന്നുമാണ് പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിൽ കണ്ടുവെക്കണം. ഇനി നമ്മൾ കമാൻഡിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ടേബിളാണ്. ഈ ടേബിളിന് പ്രത്യേകതയുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പുതിയ 2-3 കമാൻഡുകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. വളരെ ആലോചിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. കാര്യം അല്ലാതെ ഓരോ ഭാഗത്ത് ഓരോ കാര്യങ്ങളും അതാത് രീതിയിൽ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ കമാൻഡ്സും ഞാൻ ഒരു ലെയറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മനസ്സിലാക്കത്തക്ക രീതിയിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം, ഈ ടേബിൾസ് 3 ലെയറിലാണ്. ഫസ്റ്റ് ടേബിൾ വന്നിരിക്കുന്നത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തിട്ടാണ്. സെക്കൻഡ് ടേബിൾ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട്. തേർഡ് ടേബിൾ റൈറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. ടേബിൾ മാത്രമല്ല, ഒരു സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യാനും റൈറ്റ് അലൈൻ ചെയ്യാനും സെൻട്രൽ അലൈൻ ചെയ്യാനും സെയിം കമാൻഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് മാറ്റർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെൻട്രലിലേക്കും മാറ്റണമെങ്കിൽ നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ടേബിളിന് മാത്രം ബാധകമല്ല ഇത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ടേബിൾസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടേബിളിലേക്ക് വരാം. നമ്മൾ ബിഗിൻ ഡോക്യുമെൻറ്റിനും എൻഡ് ഡോക്യുമെൻറ്റിനും ഇടയിൽ ആദ്യത്തെ ടേബിൾ നമ്മൾ ഏറ്റവും ലെഫ്റ്റിലാണ് അലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കമാൻഡാണ് \begin flush left. ഫ്ലഷ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ലെഫ്റ്റിലേക്ക് തള്ളി മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ഫ്ലഷ് ചെയ്ത് മാറ്റുക എന്ന് പറയും. ബിഗിൻ ഫ്ലഷ് ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് മാറ്റി തൊട്ടടുത്ത ലൈനിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ \end flush left കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ എന്തോ ടൈപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, പ്രോഗ്രാമിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റിനെ കംപ്ലീറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റുക. അതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പ്രോഗ്രാമിന് മനസ്സിലാകും. അപ്പോൾ ബിഗിൻ ഫ്ലഷ് ലെഫ്റ്റ്, എൻഡ് ഫ്ലഷ് ലെഫ്റ്റിന് ഇടയിൽ ടൈപ്പ് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇടയിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിളാണ്. അപ്പോൾ ടേബിൾ ടൈപ്പ് ചെയ്യാനുള്ള കമാൻഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിഗിൻ ടാബുലാർ, \begin tabular. തൊട്ടടുത്ത ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻഡ് ടാബുലാർ കൊടുക്കുക. ഇടയിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട്. ബിഗിൻ ടാബുലാർ, എൻഡ് ടാബുലാർ കാണുമ്പോൾ അറിയാം നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിളാണ്. ഈ ടേബിളിനെ സംബന്ധിച്ച് പ്രത്യേകത എന്താ, നമ്മൾ നേരത്തെ മെട്രിക്സ് പറഞ്ഞ പോലെ ഇവിടെ റോയും കോളവും ആവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബിഗിൻ ടാബുലാർ കഴിഞ്ഞിട്ട് ടാബുലാർ ഒരു കേളി ബ്രാക്കറ്റിനകത്താണ്, തൊട്ടടുത്തൊരു കേളി ബ്രാക്കറ്റിനകത്ത് LR എന്ന് കൊടുത്തിട്ടുണ്ട്. LR എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. LR എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ കിട്ടാൻ പോകുന്ന ടേബിളിൽ 2 കോളംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം, ഒരു കാര്യം. മറ്റൊന്ന്, L എന്ന് പറഞ്ഞ അർത്ഥം ഫസ്റ്റ് കോളം ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയിരിക്കണം. R മീൻസ് സെക്കൻഡ് കോളം റൈറ്റ് അലൈൻമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ LR കൊണ്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. 2 കോളംസ് ഉണ്ടായിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ലെഫ്റ്റ് അലൈൻമെൻറ്റും സെക്കൻഡ് കോളം റൈറ്റ് അലൈൻമെൻറ്റും. നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റി മാറ്റി പരിശോധിക്കാം. പൊസിഷൻ എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് L ഉണ്ട്, R ഉണ്ട്, C ഉണ്ട്. നിങ്ങൾ LR മാറ്റിയിട്ട് അവിടെ വേണമെങ്കിൽ CR ചേർക്കാം, RC ചേർക്കാം, CC ചേർക്കാം, LL ചേർക്കാം, RR ചേർക്കണം. അപ്പോൾ അങ്ങനെ ഈ LRCയുടെ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾ നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കുക. അതനുസരിച്ചിട്ട് ഈ കോളംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാബുലാറിനോട് ചേർന്ന് അതിൻ്റെ പൊസിഷനിങ് കമാൻഡ് കൂടെ അവിടെ കൊടുക്കുക. എന്നിട്ട് അടുത്ത ലൈനിൽ നമുക്ക് എന്തൊക്കെ വേണം,
പ്ലാനറ്റ് വേണം, ഡയമീറ്റർ വേണം. ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് ആണ് പ്ലാനറ്റ്. നമുക്കിവിടെ ചേർക്കാം പ്ലാനറ്റ് എന്ന് കൊടുത്തു. അടുത്തത് നമ്മൾ മെട്രിക്സ് കമാൻഡിൽ കണ്ടതുപോലെ കോളംസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ആംപർസാൻഡ് അഥവാ ആൻഡ്. പ്ലാനറ്റ് കൊടുത്തു, ആൻഡ് സൈൻ കൊടുത്തിട്ട് ഡയമീറ്റർ എന്ന് കൊടുത്തു, ബ്രാക്കറ്റിൽ കിലോമീറ്റർ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്ത് വരും? നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഫസ്റ്റ് കോളത്തിൽ പ്ലാനറ്റ് വരും, സെക്കൻഡ് കോളത്തിൽ ഡയമീറ്റർ വരും. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി, പ്ലാനറ്റ്, ഡയമീറ്റർ. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടേബിൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് റോ എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പെൻ എടുത്ത് സെക്കൻഡ് റോയിലേക്ക് വരും. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് പോകൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഡബിൾ ബാക്ക് സ്ലാഷ്. ഡബിൾ ബാക്ക് സ്ലാഷ് കൊടുത്താൽ അതിനർത്ഥം പ്രോഗ്രാം എന്ന് മനസ്സിലായി, നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഈ ഡബിൾ ബാക്ക് സ്ലാഷിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ 5pt എന്ന് കൊടുത്തിട്ടുണ്ട്. 5pt എന്ന് പറയുന്നത് ഒരു സൈസ് മെഷർമെൻ്റ് ആണ്. നമുക്കറിയാവുന്ന മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ്? മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ ഒക്കെ അറിയാം. ലാറ്റക്കിനെ സംബന്ധിച്ചൊരു പുതിയൊരു മെഷർമെൻറ്റ് കൂടി ഉണ്ട്, പോയിൻ്റ് എന്ന് പറയും. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 72 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറയുന്ന പകരം ഇവിടെ 5pt എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് 5pt, 10pt, 11pt അങ്ങനെ മാറി മാറി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓപ്ഷണൽ കമാൻഡാണ്. അതായത് നമുക്കിത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കുള്ള സ്പേസ് വരില്ല എന്ന് മാത്രം, എററൊന്നും വരില്ല. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 5pt എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, പ്ലാനറ്റ്, ഡയമീറ്റർ കഴിഞ്ഞ് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന എല്ലാം തന്നെ ചെറിയ സ്പേസിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹെഡിങ് കഴിഞ്ഞിട്ടൊരു സ്പേസ് വരുത്തണം. ആ സ്പേസാണ് ഇവിടെ 5pt കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം? 5pt കൊടുക്കാതെ നോക്കാം. 5pt സ്ഥാനത്ത് 10 എന്നോ 11 എന്നോ 12 എന്നോ കൊടുത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരും നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ ചെയ്ത് ആ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഡയമീറ്റർ കഴിഞ്ഞു, നെക്സ്റ്റ് ലൈനിലേക്ക് പോയി, അവിടെ 5pt സ്പേസ് വിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അടുത്തെന്താ ചെയ്യുന്നത്? മർക്കുറി എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും അടുത്ത കോളത്തിലേക്ക് പോയി 4878 ടൈപ്പ് ചെയ്തു. ദെൻ ഗോ ടു നെക്സ്റ്റ് ലൈൻ. അങ്ങനെ പോയി ഇവിടെ എത്തി പ്ലൂട്ടോ ആൻഡ് 2274 വരെ എത്തി. ഇത്ര കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ എൻഡ് ടാബുലാർ, ദെൻ എൻഡ് ഫ്ലഷ് ചാർട്ട്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ടേബിളിലേക്ക് പോകാം. സെക്കൻഡ് ടേബിളിൻ്റെ പ്രത്യേകത, ഇത് ഞാൻ സെയിം ടേബിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് സെയിം ആണ്, പക്ഷേ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് എന്താ? ഇതിലൊരു ബോർഡറൊക്കെ കൊടുത്തു അല്ലേ? ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ഒക്കെ കൊടുത്തിട്ട് ബോർഡറൊക്കെ കൊടുത്ത് എഴുതി. ആ മാറ്റം മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഈ മാറ്റം വരുത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ടേബിൾ എനിക്ക് വരേണ്ടത് സെൻറ്ററിൽ അലൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, ടേബിൾ എന്നുള്ളതല്ല, ഒരു സെൻറ്റൻസോ ഒരു പാരഗ്രാഫോ എന്തിനേ വേണമെങ്കിലും നമുക്ക് സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കമാൻഡ് യൂസ് ചെയ്യാം. അടുത്ത ഞാൻ കൊടുത്ത കമാൻഡ് ഇതാണ്, ബിഗിൻ സെൻറ്റർ, \begin center, then \end center. ഇതിനിടയിൽ വീണ്ടും ബിഗിൻ ടാബുലാർ, എൻഡ് ടാബുലാർ കൊടുക്കുക. ടാബുലാർ കഴിഞ്ഞിട്ട് കേളി ബ്രാക്കറ്റിനകത്ത് എന്ത് മാറ്റം വരുത്തുക നോക്കുക. നേരത്തെ നമ്മൾ LR എന്ന് കൊടുത്തു, അതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? LR ഉണ്ട്. ഇതിനെ ചുറ്റി ഒരു 3 വെർട്ടിക്കൽ ലൈൻസ്, അത് നമ്മുടെ കീബോർഡിൽ വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ, ദെൻ L, ദെൻ നെക്സ്റ്റ് വെർട്ടിക്കൽ ലൈൻ, R, നെക്സ്റ്റ് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ ടേബിളിനകത്ത് 3 വെർട്ടിക്കൽ ലൈൻസ് വരണം. 2 കോളംസ് ഉണ്ട്. 2 കോളംസ് ഉള്ള ഒരു ടേബിളിനകത്ത് എത്ര വെർട്ടിക്കൽ ലൈൻസ് വേണമെന്നറിയാം? 3 വെർട്ടിക്കൽ ലൈൻസ് വേണം. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ വെർട്ടിക്കൽ ലൈൻസ് വേണമെങ്കിൽ കൂട്ടി നോക്കാം. ഈ Lന് ഇപ്പുറത്ത് ഒരു 3-4 വെർട്ടിക്കൽ ലൈൻ വേണമെങ്കിൽ കൊടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ ടേബിളിൻ്റെ ഔട്ട്പുട്ടിനകത്ത് അത്രയും കോളംസ് കാണും. അപ്പോൾ എത്ര വെർട്ടിക്കൽ ലൈൻസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെർട്ടിക്കൽ ലൈൻസ് മാറ്റി കൊടുത്ത് വിചാരിച്ച് തെറ്റൊന്നും വരില്ല, ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ ടേബിളിൻ്റെ ഷേപ്പ് മാറിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ LR എന്ന് കൊടുത്തു. അപ്പോൾ നോക്കി 3 വെർട്ടിക്കൽ ലൈൻ ഉണ്ട് അല്ലേ? 3 വെർട്ടിക്കൽ ലൈൻ ടേബിളിലുണ്ട്. അപ്പോൾ LR എന്ന് കൊടുത്തു. ദെൻ ഇനി വേറെ പ്രത്യേകത, ഈ ടേബിൾ ആദ്യമായിട്ട് എന്താ വേണ്ടത്? നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരച്ചു, എന്നിട്ടാണ് നമ്മൾ പ്ലാനറ്റ് ഡയമീറ്റർ എഴുതുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനുള്ള കമാൻഡാണ് \h ലൈൻ. H ലൈൻ സ്റ്റാൻഡ്സ് ഫോർ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച ശേഷം തൊട്ട് താഴെ പ്ലാനറ്റും ഡയമീറ്ററും കൊടുക്കുന്നു. ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തു. ദെൻ പ്ലാനറ്റ് ആൻഡ് ഡയമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ 5pt കൊടുത്തു.
വീണ്ടും അടുത്ത ലൈൻ വേണം. അടുത്ത ലൈൻ വേണമെങ്കിൽ വീണ്ടും \h ലൈൻ കൊടുത്തു. സാധാരണ പോലെ മെർക്കുറി എല്ലാം ടൈപ്പ് ചെയ്ത് 2274 വരെ കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ആയിട്ടൊരു ലൈൻ വേണം. വീണ്ടും ഒരു \h ലൈൻ കൊടുത്തു. അങ്ങനെ ആ ടേബിളിൽ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് ഈ ടേബിളിൻ്റെ കോളംസും റോസും ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എത്ര റോയും എത്ര കോളം വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ LR സ്ഥാനത്ത് LRR എന്നോ LRC എന്നോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, LRC എന്ന് കൊടുത്താൽ 3 കോളം വരും. ഇനിയും വേണമെങ്കിൽ C തന്നെ മാത്രം ഉപയോഗിക്കാം. C തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ C അങ്ങനെ ഒരു 5 എണ്ണം കൊടുക്കുകയാണെങ്കിൽ 5 കോളംസ് വരും. എത്ര C കൊടുക്കുന്നു അത്രയും കോളംസ് വരും അല്ലേ? എത്ര L കൊടുക്കുന്നു അത്രയും കോളംസ് വരും. അത് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് ബിഗിൻ സെൻറ്റർ എൻഡ് സെൻറ്റർ ആണ്. സെൻറ്ററിലേക്ക് ലൈൻ ചെയ്തു. അടുത്ത ടേബിൾ നോക്കുക. ആ ടേബിളിൻ്റെ പ്രത്യേകത അവിടെ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സിനും വൈക്കും 2, 3, 5, 6, 7, 10, 13 അത്രയും വാല്യൂസ് ഉണ്ട്. അതായത് ആക്ച്വലി അവിടെ 8 കോളംസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 8 കോളംസും 2 റോസും ആണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബിഗിൻ ടാബുലർ കഴിഞ്ഞു. 8 കോളംസ് വേണം. 8 കോളംസ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് 9 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാകും. അപ്പോൾ ആദ്യം വെർട്ടിക്കൽ ലൈൻ കൊടുത്തു, ദെൻ C വെർട്ടിക്കൽ ലൈൻ C അങ്ങനെ കൊടുത്ത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. അവിടെ 8 പ്രാവശ്യം C കൊടുത്തിട്ടുണ്ട്, 9 പ്രാവശ്യം വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ടേബിൾ അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടേബിളിൻ്റെ അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് ആലോചിച്ച് നോക്കുക. കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല. ഔട്ട്പുട്ടിനകത്ത് എന്ത് വന്നിരിക്കും? 8 കോളംസ് 9 ലൈൻസ് വെർട്ടിക്കൽ ലൈൻ വന്നിരിക്കും. ഇനി നമുക്ക് ആവശ്യമുണ്ട് എന്താ? 3 ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കണം. അപ്പോൾ അടുത്ത ലൈനിലേക്ക് പോവുക. H ലൈൻ \h ലൈൻ കൊടുത്തു. ഇനി ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്തത്? X 2, 3 and 5 അങ്ങനെ അത്ര എണ്ണം കൊടുക്കുന്നു. ദെൻ ഗോ ടു നെക്സ്റ്റ് ലൈൻ പോകാനായിട്ട് \/ കൊടുക്കുന്നു. അടുത്ത ലൈനിൽ പോയിട്ട് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. അവിടെ Y മുതൽ ടൈപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത ലൈനിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി വേറെ പ്രത്യേകത, നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു സ്പേസിൽ കണ്ടന്റ് ചേർക്കാതെ ചെയ്യാം. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതായത് കണ്ടന്റ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തന്നെ എക്സ് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് കോളത്തിൽ 2 വേണ്ട, സെക്കൻഡ് കോളത്തിൽ ബ്രാങ്ക് കൊടുക്കുക, അടുത്ത കോളത്തിൽ 3 കിടക്കുക. അങ്ങനെ വരുത്തണമെങ്കിൽ ഒരു മാറ്റം മാത്രം ഞാൻ ചെയ്താൽ മതി. എക്സ് കഴിഞ്ഞിട്ട് ആൻഡ് കൊടുക്കുക. ഇനി 2 കൊടുത്തല്ലോ, 2ന് പകരം ആ 2 അങ്ങ് മാറ്റുക. മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് ആൻഡ് 3 എന്ന് കൊടുത്താൽ അർത്ഥം സെക്കൻഡ് കോളത്തിൻ്റെ സ്ഥാനത്ത് ഒന്നും കാണില്ല, തേർഡ് കോളത്തിൽ 3 വരികയും ചെയ്യും. അപ്പോൾ 2 ആൻഡുകൾ അടുപ്പിച്ച് കൊടുത്താൽ അർത്ഥം ആ കോളംസ് മാറിപ്പോകുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് മാറ്റർ ഇല്ല. നിങ്ങൾ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര ആൻഡ് എന്നുള്ളത് ഒന്നുകൂടെ നിങ്ങളൊന്ന് ഉറപ്പിച്ചുകൊള്ളണം. കാര്യം നമുക്ക് അവിടെ 8 കോളംസ് ഉണ്ട്, 8 കോളംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 8 കോളംസ് വരുമ്പോൾ നമുക്ക് 7 ആൻഡ് വരും അല്ലേ? 8 വരുമ്പോൾ 7 ആൻഡ് വരും എന്നുള്ളത് ഉറപ്പാക്കുക. ഫസ്റ്റ് ലൈൻ 7 ഉണ്ട്, സെക്കൻഡ് ലൈനിലും 7 ഉണ്ട്, ഉറപ്പാക്കുക. ഇതേതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാൽ ചിലപ്പോൾ എറർ വരും. അപ്പോൾ ഇതെല്ലാം തന്നെ എവിടെ വരണം? ഏറ്റവും റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്യണം. അതിനുവേണ്ടിയുള്ള കമാൻഡാണ് ബിഗിൻ ഫ്ലഷ് റൈറ്റ് എൻഡ് ഫ്ലഷ് റൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 3 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടേബിൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ടിൽ എങ്ങനെയാണോ ടേബിൾ കിടക്കുന്നത് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ക്വസ്റ്റിനകത്ത് കിടക്കുന്നത് ടേബിൾ തന്നിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ തരും, ടൈപ്പ് ദ ടേബിൾ ആസ് ഗിവൺ ബിലോ. ആസ് ഗിവൺ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നിരിക്കുന്ന ടേബിൾ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ടേബിൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റിലുള്ള ടേബിൾ ടൈപ്പ് ചെയ്യണം. സെൻട്രലാണ് കിടക്കുന്നതെങ്കിൽ സെൻട്രൽ അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടേബിളിനെ മാറ്റാൻ സാധിക്കാം. ഈ പറയുന്ന കമാൻഡ്സ് ഓർത്താൽ മതി. ഫ്ലഷ് ലെഫ്റ്റ് ഫ്ലഷ് റൈറ്റ്, സെൻറ്റർ ദെൻ ഫ്ലഷ് റൈറ്റ് ഫ്ലഷ് ലെഫ്റ്റ് ഫ്ലഷ് റൈറ്റ്. ഇത്രയും ടേബിൾസ് ഓർക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. So let us see in next video.